ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഇനി എന്തിനായിരിക്കും രാഹുൽ വിളിക്കുന്നത്? എന്റെ മനസ്സിൽ അപ്പോഴും പപ്പ പറഞ്ഞ ഓരോ വാക്കുകളും മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് രാഹുലും നേഹയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഓരോ തവണ ഓർക്കുമ്പോഴും ഞാൻ ഉള്ളിൽ നിന്ന് ഇല്ലാതാവുന്നതുപോലെ തോന്നി. നിങ്ങളുടെ വിവാഹത്തിന് ഏകദേശം 1.5 വർഷം മുൻപ് തന്നെ രാഹുലിനും നേഹയ്ക്കും പരസ്പരം അറിയാമായിരുന്നു. പപ്പയുടെ വാക്കുകൾ എന്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. 1.5 വർഷം. ഞാൻ മനസ്സിൽ കണക്കു കൂട്ടാൻ തുടങ്ങി. 1.5 വർഷമെന്നാൽ ഞാൻ രാഹുലിനെ ആദ്യമായി കണ്ടുമുട്ടുന്നതിനു പോലും മുൻപ്. അപ്പോൾ അതിനർത്ഥം അവർ തമ്മിൽ പരിചയം മാത്രമല്ല, അതിലുമപ്പുറമുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. വിറയുന്ന ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു, അപ്പോൾ അവർ തമ്മിൽ അഫെയർ ആയിരുന്നോ പപ്പ? പപ്പ കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. അതുറപ്പായി പറയാൻ എനിക്കാവില്ല. പക്ഷേ അവർക്ക് പരസ്പരം വളരെ അടുത്ത പരിചയമുണ്ടായിരുന്നു. രാഹുലിന്റെ പപ്പ പറഞ്ഞത് ഡൽഹിയിലെ ഒരു പാർട്ടിയിലാണ് അവർ ആദ്യമായി കണ്ടുമുട്ടിയതെന്നാണ്. അതിനുശേഷം അവർ തമ്മിൽ ബന്ധം തുടർന്നു. എന്റെ മനസ്സിൽ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെന്തിനാണ് രാഹുൽ എന്നെ വിവാഹം കഴിച്ചത് പപ്പ? ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു. പപ്പ ദീർഘമായി ശ്വാസമെടുത്തു. ആ സത്യം പറയാൻ അദ്ദേഹത്തിനും മടിയുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കാൻ വളരെ പ്രയാസമാണ് മോളെ. പക്ഷേ നീ അതറിയണം. കാരണം സത്യമറിയാൻ നിനക്ക് അവകാശമുണ്ട്. എന്റെ കണ്ണുകൾ പപ്പയിൽ തന്നെ ഉറച്ചു നിന്നു. അദ്ദേഹം പതുക്കെ തുടർന്നു. രാഹുലിന്റെ കുടുംബത്തിന് അവരുടെ മകന്റെ ഭാര്യയായി വേണ്ടിയിരുന്നത് വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന കുട്ടിയെയായിരുന്നു. നല്ല കുടുംബത്തിൽ ജനിച്ച, വീട്ടിൽ ഒതുങ്ങി കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ. പപ്പയുടെ ശബ്ദം കൂടുതൽ ഭാരമായി. നേഹ അവരുടെ ഇഷ്ടമായിരുന്നില്ല. ഞാൻ ഒന്നും മനസ്സിലാകാതെ നോക്കി. എന്തുകൊണ്ട്? അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അവരുടെ കുടുംബത്തിന്റെ കാഴ്ചപ്പാടും പ്രതീക്ഷകളും വേറെയായിരുന്നു. ആ ബന്ധത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ രാഹുലിന് മറ്റൊരു വിവാഹം ആലോചിച്ചത്. എന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. അപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് വന്നത് അവർക്ക് ഒരാളെ വേണമായിരുന്നതുകൊണ്ട് മാത്രമാണോ? പപ്പ മറുപടി പറയാതെ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ നിശബ്ദത തന്നെ എനിക്ക് ഉത്തരം നൽകി. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഞാൻ ഒരാളുടെ സ്വപ്നത്തിലെ പെൺകുട്ടിയായിരുന്നില്ല. മറ്റൊരാളുടെ കഥയിൽ ആരോ ഒഴിവാക്കിയ ഒരു സ്ഥാനം നികത്താൻ കൊണ്ടുവന്ന ഒരു കഥാപാത്രം മാത്രമായിരുന്നു ഞാൻ. പക്ഷേ നേഹയുടെ കുടുംബ പശ്ചാത്തലവും അവളുടെ ലൈഫ് സ്റ്റൈലും രാഹുലിന്റെ പപ്പയ്ക്കും മമ്മിക്കും ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. പപ്പയുടെ ശബ്ദത്തിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു. അവർ ഒരു തരത്തിലും അവളെ അവരുടെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറായില്ല. ഞാൻ നിശബ്ദമായി കേട്ടിരുന്നു. രാഹുലിനും ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഒരു വശത്ത് നേഹ, മറുവശത്ത് കുടുംബം. പപ്പ കുറച്ചുനേരം നിർത്തി. അവന് കുടുംബത്തിന്റെ ബിസിനസ്സും കുടുംബത്തിന്റെ പിന്തുണയും ഭാവിയിലെ സ്വത്തുവകകളും എല്ലാം നഷ്ടപ്പെടുത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. ആ വാക്കുകൾ എന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റുപോലെ വീശിയടിച്ചു. ഞാൻ വിറച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ഇതിനൊക്കെ അർത്ഥം രാഹുൽ എന്നെ വിവാഹം കഴിച്ചത് തന്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ മാത്രമായിരുന്നു? പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കും ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് മോളെ. ആ മറുപടി കേട്ട നിമിഷം ലോകം മുഴുവൻ എന്റെ ചുറ്റും കറങ്ങാൻ തുടങ്ങി. മുറിയിലെ ചുമരുകളും വെളിച്ചവും എല്ലാം മങ്ങിയതുപോലെ. ഞാൻ കേൾക്കുന്നത് പോലും ദൂരെ എവിടെയോ നിന്ന് വരുന്നതുപോലെ. ഇത്രയും വലിയൊരു ചതി അതെങ്ങനെ എന്നോട് ചെയ്യാൻ അവന് കഴിഞ്ഞു? അപ്പോൾ രാഹുൽ എന്നെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ലേ? അതാണിതിൻ്റെ എല്ലാം അർത്ഥം. എന്റെ മനസ്സിലൂടെ ഓരോ ഓർമ്മയും മിന്നലുപോലെ കടന്നുപോയി. ആ തണുത്ത ജനുവരി സായാഹ്നം,
സെൻട്രൽ പാർക്കിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്നെ നോക്കി ചോദിച്ച ആ പ്രപ്പോസൽ, എന്റെ പ്രായം ഓർത്തുകൊണ്ടുവന്ന 28 ചുവന്ന റോസാപ്പൂക്കൾ, രാത്രികൾ തോറും മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഫോൺ സംഭാഷണങ്ങൾ, ഞാൻ നിന്നെ ഒരിക്കലും കരയിക്കില്ല എന്ന് പറഞ്ഞ ആ വാക്കുകൾ, വിവാഹത്തിനു ശേഷം രാവിലെയെല്ലാം എനിക്കായി ഉണ്ടാക്കിയ ചായ, എന്റെ നെറ്റിയിൽ നൽകിയ ഓരോ ചുംബനവും, ഓരോ ഐ ലവ് യു, അതെല്ലാം കള്ളമായിരുന്നു. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്ത അഭിനയമായിരുന്നു. എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകി. അപ്പോൾ എന്റെ ശബ്ദം തകർന്നു. ഞാൻ ജീവിച്ചത് ഒരു നല്ല വിവാഹത്തിലായിരുന്നില്ല. കുറച്ചുനേരം വാക്കുകൾ പുറത്തു വന്നില്ല. ഒരു ചതിയായിരുന്നല്ലേ പപ്പ? പപ്പ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ നിശബ്ദത തന്നെ എനിക്കെല്ലാം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ നേഹയ്ക്കിതെല്ലാം അറിയാമായിരുന്നില്ലേ? പപ്പയുടെ മുഖം കടുത്തു. രാഹുലിന്റെ പപ്പ പറഞ്ഞതനുസരിച്ച് അവൾക്കെല്ലാം അറിയാമായിരുന്നു. എന്റെ ഹൃദയം വീണ്ടും തകർന്നു. അവൾക്കറിയാമായിരുന്നു. അതേ മോളെ. പപ്പയുടെ ശബ്ദത്തിൽ അടക്കിവെച്ച കോപം നിറഞ്ഞിരുന്നു. നിന്നെ സ്നേഹിക്കുന്ന സുഹൃത്തായി അവൾ അഭിനയിക്കുകയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. ഓരോ വാക്കും എന്റെ നെഞ്ചിൽ കല്ലുപോലെ പതിച്ചു. നീ അവളെ പൂർണ്ണമായി വിശ്വസിച്ചു. പപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ആ വിശ്വാസമാണ് അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ആ നിമിഷം എനിക്കൊരു കാര്യം മാത്രം വ്യക്തമായി. എന്റെ ജീവിതം തകർത്തത് ഒരു മനുഷ്യനല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച 2 മനുഷ്യരാണ്. രാഹുലിന്റെ ശബ്ദം ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് പപ്പയുടെ വാക്കുകൾ മാത്രമായിരുന്നു. പ്രിയ, രാഹുൽ പതുക്കെ വിളിച്ചു. ആ ഒരു വിളി കേട്ട നിമിഷം തന്നെ എന്റെ ശരീരം വീണ്ടും തളർന്നു. വെറുപ്പും ദേഷ്യവും സങ്കടവും എല്ലാം കലർന്ന ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു, എന്താണ്? റിയ, എനിക്കറിയാം ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം നീ ഒരുപാട് ഹേർട്ടായിരിക്കുമെന്ന്. ഹേർട്ട്? ആ വാക്ക് കേട്ടപ്പോൾ അറിയാതെ എന്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി വിരിഞ്ഞു. ഹേർട്ട്, ഞാൻ പതുക്കെ ആവർത്തിച്ചു. നിനക്ക് തോന്നുന്നത് എനിക്ക് വെറും ഹേർട്ട് മാത്രമാണ് സംഭവിച്ചതെന്നാണോ? എന്റെ ജീവിതം തകർന്നു രാഹുൽ. ഞാൻ വിശ്വസിച്ച ഓരോ ബന്ധവും കള്ളമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അതിന് നീ ഒരു വാക്കിൽ ഹേർട്ട് എന്ന് വിളിക്കുകയാണോ? ഫോണിന്റെ മറുവശത്ത് കുറച്ചുനേരം നിശബ്ദത മാത്രം. പിന്നെ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, റിയ, എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഞാൻ പൊട്ടിച്ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ സന്തോഷത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. എക്സ്പ്ലെയിൻ? നീ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? എന്നെ വിവാഹം കഴിച്ചിട്ട് നേഹയോടൊപ്പമാണ് നീ ജീവിച്ചതെന്ന് പറയാനോ? അതോ ഒരിക്കൽ പോലും നീ എന്നെ സ്നേഹിച്ചിരുന്നില്ലെന്ന് സമ്മതിക്കാനോ? അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് ഒരു സ്യൂട്ടബിൾ മരുമകൾ വേണമായിരുന്നു, അതിനു വേണ്ടിയായിരുന്നു എന്നെ വിവാഹം കഴിച്ചതെന്ന് പറയാനോ? എന്റെ ഓരോ ചോദ്യവും കത്തിപോലെ അവന്റെ നേരെ പാഞ്ഞു. പക്ഷേ ഫോണിന്റെ മറുഭാഗത്ത് കനത്ത നിശബ്ദത മാത്രം. ആ നിശബ്ദതയിൽ തന്നെ എനിക്ക് എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ ശബ്ദം വിറച്ചിരുന്നു. ആ വിറയൽ നിയന്ത്രിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം കളിച്ച ഓരോ നാടകവും എനിക്കിപ്പോൾ അറിയാം. നിന്റെ മമ്മിയാണ് എന്നോടെല്ലാ സത്യങ്ങളും പറഞ്ഞത്. നിന്റെ പപ്പ നിന്നെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചതും നീയും നേഹയും ഞങ്ങളുടെ വിവാഹത്തിനു മുമ്പ് തന്നെ പ്രണയത്തിലായിരുന്നെന്നും ഓരോ കാര്യവും എനിക്കറിയാം. ഫോണിന്റെ മറുവശത്ത് നിന്ന് പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടു. റിയ, പ്ലീസ്, പ്ലീസ് റിയ. എന്ത് പ്ലീസ്? എന്റെ നിയന്ത്രണം മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ഒരു നിമിഷമെങ്കിലും നീ സ്വയം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നീ എന്നോട് എന്താണ് ചെയ്തതെന്ന്? എന്റെ ശ്വാസം വേഗത്തിലായി. 2 വർഷം, മുഴുവൻ 2 വർഷം ഞാൻ നിനക്കു വേണ്ടിയാണ് ജീവിച്ചത്.
നിനക്കിഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി, നിന്റെ വസ്ത്രങ്ങൾ ഞാൻ അലക്കി, നിന്റെ ഓരോ ഇഷ്ടവും എന്റെ ഇഷ്ടമാക്കി. നീ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഭാര്യയെന്ന നിലയിൽ ഒരു കുറവും വരരുതെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരു നിമിഷം ഞാൻ കണ്ണുകളടച്ചു. പക്ഷേ ആ സമയം അത്രയും നീ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്തേക്കായിരുന്നു. റിയ, അത് ഞാൻ അവൻ്റെ വാക്കുകൾ മുറിച്ചു മാറ്റി. ഇനി എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും കള്ളം കൂടി ബാക്കിയുണ്ടോ? അതോ പുതിയൊരു വിശദീകരണമോ? അല്പനേരം നിശബ്ദത. പിന്നെ ഞാൻ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു, ഒരു കാര്യം മാത്രം പറയൂ രാഹുൽ. നീ സ്നേഹിക്കുന്നത് നേഹയെയാണല്ലേ, എന്നെയല്ല? കുറച്ചു നിമിഷങ്ങൾ ഒന്നും കേട്ടില്ല. പിന്നെ വളരെ ശാന്തമായ ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു, അതെ. ആ ഒരു വാക്ക്, അത് എൻ്റെ തലയിൽ ആരോ വലിയൊരു ഇരുമ്പ് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചതുപോലെയായിരുന്നു. എൻ്റെ ശ്വാസം നിലച്ചുപോയി, എൻ്റെ വിരലുകൾ മരവിച്ചു. പക്ഷേ അതിലും കൂടുതൽ എന്നെ തകർത്തത് അവൻ്റെ അടുത്ത വാക്കുകളായിരുന്നു. അവൻ്റെ ശബ്ദത്തിൽ കുറ്റബോധത്തിൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ സ്നേഹിക്കുന്നത് നേഹയെയാണ്. ഇന്നും ഇനി എന്നും ഞാൻ സ്നേഹിക്കുന്നത് അവളെ മാത്രമായിരിക്കും. എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൻ തുടർന്നു, നിന്നെ വിവാഹം ചെയ്തത് അത് എൻ്റെ തീരുമാനമായിരുന്നില്ല. പപ്പ എന്നെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ആ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. പപ്പ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളിൽ നിന്ന് എന്നെ ഒഴിവാക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചത്. നിന്നോട് എനിക്കൊരിക്കലും സ്നേഹമുണ്ടായിരുന്നില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അനിയന്ത്രിതമായി ഒഴുകാൻ തുടങ്ങി. കരയരുത്, അവൻ്റെ മുന്നിൽ തകരരുത് എന്ന് ഞാൻ എന്നോട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഹൃദയം അപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. വിറയുന്ന ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ മറുപടി പറഞ്ഞു, ഡിവോഴ്സ്. ആ ഒരു വാക്ക് മൂർച്ചയുള്ള കത്തി പോലെ എൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. എനിക്ക് ഡിവോഴ്സ് വേണം റിയ, അവൻ വീണ്ടും പറഞ്ഞു. എനിക്ക് നേഹയെ വിവാഹം കഴിക്കണം. പേപ്പറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് ആണ്. നീ വേഗം ഒപ്പിട്ടാൽ മതി. ഇവിടെ യാതൊരു ഡ്രാമയും വേണ്ട. ഡ്രാമ? എൻ്റെ ശബ്ദം അലർച്ചയായി മാറി. നീ എന്താണ് ഡ്രാമയെന്ന് പറയുന്നത്? എൻ്റെ ജീവിതം മുഴുവൻ തകർത്തത് നീയാണ്. എൻ്റെ വിശ്വാസം കൊന്നത് നീയാണ്. എന്നിട്ടും ഇപ്പോൾ പറയുന്നത് ഞാൻ ഡ്രാമ കാണിക്കുകയാണെന്നാണോ? പക്ഷേ അവൻ്റെ ശബ്ദത്തിൽ ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. റിയ, ഇത്ര ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ ലോകത്ത് എത്രയോ പേർ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൻ വീണ്ടും പറഞ്ഞു, നീ ഒരു കാര്യത്തിലും പ്രാക്ടിക്കൽ അല്ല. അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രാക്ടിക്കൽ? വീണ്ടും അതേ വാക്ക്. എൻ്റെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റി. നിനക്കറിയാമോ രാഹുൽ, എനിക്ക് കോടതിയിൽ നിനക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. നീ പറഞ്ഞ ഓരോ കള്ളവും തെളിയിക്കാൻ എനിക്ക് കഴിയും. നീയും നേഹയും ഞങ്ങളുടെ വിവാഹത്തിനു മുമ്പേ ഉണ്ടായിരുന്ന ബന്ധം വരെ എനിക്ക് കോടതിയിൽ പറയാൻ കഴിയും. നിന്റെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടാൻ എനിക്ക് കഴിയും. അവൻ ചെറുതായി ചിരിച്ചു. ആ ചിരി എൻ്റെ ഉള്ളിൽ വീണ്ടും തീ പടർത്തി. അങ്ങനെ ചെയ്താൽ നിനക്കും അത്ര തന്നെ അപമാനം നേരിടേണ്ടി വരും റിയ, അവൻ ശാന്തമായി പറഞ്ഞു. ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചത്? നിനക്കെന്തെങ്കിലും കുറവുണ്ടായിരുന്നോ എന്നൊക്കെയായിരിക്കും അവർ പറയുക. ഒരു നിമിഷം നിർത്തി അവൻ തുടർന്നു. നീ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ് വന്നത്. അവിടെ ഒരു വാർത്ത പരക്കാൻ എത്ര സമയം വേണം? നാണം കെടുന്നത് നീ മാത്രമായിരിക്കില്ല, നിന്റെ പപ്പയും നിന്റെ സഹോദരനും കൂടിയായിരിക്കും. കോടതിയിൽ കേസ് ചെയ്യിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അത് നീ മറക്കണ്ട. അവൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഭീഷണി പോലെ മുഴങ്ങി.
എന്നെക്കുറിച്ചുള്ള അപമാനത്തേക്കാൾ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള അപമാനമായിരുന്നു എനിക്ക് സഹിക്കാത്തത്. പപ്പ, മമ്മി, എൻ്റെ സഹോദരൻ, അവരുടെ മുഖങ്ങൾ ഓരോന്നായി എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അല്പസമയം കഴിഞ്ഞ് ഞാൻ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, അപ്പോൾ എന്താണ് നിന്റെ പ്ലാൻ? സിമ്പിൾ, അവൻ ഉടനെ മറുപടി പറഞ്ഞു. മ്യൂച്വൽ കോൺസെന്റ് ഡിവോഴ്സ്. കോടതിയിൽ നമ്മൾ പറയേണ്ടത് ഒരേയൊരു കാര്യം മാത്രം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പൊരുത്തമുള്ളവരായിരുന്നില്ല. ഞങ്ങൾക്കിടയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചതെന്ന്. അവന്റെ ശബ്ദം അസാധാരണമായി ശാന്തമായിരുന്നു. അങ്ങനെ ചെയ്താൽ ആർക്കും നാണക്കേടില്ല. നീ നിന്റെ ജീവിതം ജീവിക്കൂ, ഞാൻ എൻ്റെ ജീവിതവും. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലായി. ഞങ്ങളുടെ വിവാഹം അവനൊരു ബന്ധമായിരുന്നില്ല. അവൻ അവസാനിപ്പിക്കാൻ കാത്തിരുന്ന ഒരു കരാർ മാത്രമായിരുന്നു. ഓക്കെ, ഞാനൊരു ദീർഘനിശ്വാസമെടുത്തു. ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് കിട്ടുക? ഫോണിന്റെ മറുവശത്ത് ഏതാനും നിമിഷങ്ങൾ നിശബ്ദത. പിന്നെ അവൻ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു, വാട്ട് ഡു യു മീൻ? അതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥമൊന്നുമില്ല. എൻ്റെ ശബ്ദം ഇപ്പോൾ ശാന്തമായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്കുള്ളിൽ വർഷങ്ങളായി അടക്കിവെച്ച വേദനയുണ്ടായിരുന്നു. 2 വർഷം ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് എൻ്റെ ജീവിതമായത്. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജോലി പോലും ഉപേക്ഷിച്ചു. ഇന്നെനിക്ക് കരിയറില്ല, ജീവിതവുമില്ല. ഞാൻ ഒരു നിമിഷം നിർത്തി. ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഞാൻ ഒന്നും ചോദിക്കാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? വീണ്ടും കനത്ത നിശബ്ദത. അല്പസമയം കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഓ, അപ്പോൾ നീ പണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവന്റെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നു. അപ്പോൾ നിനക്ക് പണത്തോട് അത്യാഗ്രഹമുണ്ടല്ലേ? അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യത്തേക്കാൾ ചിരിയാണ് വന്നത്. നീ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ രാഹുൽ, എനിക്കിനി അതൊന്നും പ്രശ്നമല്ല, ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർത്തു വച്ചോളൂ, ഞാൻ മിണ്ടാതെ നിന്റെ ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോകുമെന്ന് കരുതേണ്ട. തെറ്റ് ചെയ്തത് നീയാണ്. ആ തെറ്റിന്റെ വിലയും നൽകേണ്ടത് നീ തന്നെയാണ്. ഫോണിന്റെ മറുവശത്ത് വീണ്ടും നിശബ്ദത. അവൻ എന്തോ ആലോചിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒടുവിൽ അവൻ പതുക്കെ പറഞ്ഞു, ഓക്കെ, ഞാൻ പപ്പയോട് സംസാരിച്ചു നോക്കട്ടെ. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൻ തുടർന്നു, എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ചെയ്യാം. അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വിചിത്രമായ ശൂന്യത മാത്രം ബാക്കിയായി. ഒരിക്കൽ സ്നേഹം നിറഞ്ഞിരുന്ന ബന്ധം ഇപ്പോൾ പണവും സെറ്റിൽമെന്റും മാത്രമുള്ള ഒരു ഇടപാടായി മാറിയിരിക്കുന്നു. കോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ അവസാനമായി പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടി. അവൻ മിണ്ടിയില്ല. നേഹയോട് പറഞ്ഞേക്കൂ, അവളുടെ മുഖം ഇനിയൊരിക്കലും എൻ്റെ മുന്നിൽ വരരുത്. എൻ്റെ ശബ്ദം വിറച്ചെങ്കിലും അതിലുറപ്പുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിന്ന് എൻ്റെ ജീവിതം തകർത്തവളെ ഇനി ഒരിക്കൽ പോലും കാണാൻ എനിക്ക് താല്പര്യമില്ല. അത്രയും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഞാൻ കോൾ കട്ട് ചെയ്തു. ഫോൺ സ്ക്രീൻ ഇരുണ്ടു. പക്ഷേ എൻ്റെ ജീവിതം അതിനേറെ മുമ്പേ ഇരുണ്ടു കഴിഞ്ഞിരുന്നു. ശരീരം മുഴുവൻ വിറച്ചു. എന്നാൽ ആ വിറയലിൻ്റെ ആഴത്തിൽ എവിടെയോ ഒരു പുതിയ ശക്തി ജനിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ തകർന്നിരുന്നു, തരിപ്പണമായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു, ഞാൻ തളർന്നില്ല, ഞാൻ ഇല്ലാതെയായില്ല. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞിട്ട് പോകൂ. നിങ്ങളായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഡിവോഴ്സിന് സമ്മതം മൂളുമായിരുന്നു, അതോ അതിനെതിരെ പോരാടുമായിരുന്നു? നിങ്ങളുടെ ഉത്തരം കമൻറ്റിൽ പറയൂ. ഞാൻ എന്താണ് തീരുമാനിച്ചത് എന്ന് അടുത്തതായി പറയാം. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു ചോദ്യം മാത്രം, ഡിവോഴ്സ്. ആ വാക്കിൻ്റെ ഭാരം മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരു വശത്ത് രാഹുലിൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. മ്യൂച്വൽ കോൺസെന്റിൽ ഒപ്പിടൂ, ഡ്രാമ ഒന്നും കളിക്കണ്ട, കുറച്ച് പൈസ തരാം, അത് വാങ്ങി മിണ്ടാതെ പോയാൽ മതി. ആ വാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം
ഞാനൊരു മനുഷ്യയല്ല, വിലപേശാൻ വച്ചിരിക്കുന്ന ഒരു വസ്തുവാണോ എന്ന തോന്നലായിരുന്നു. മറുവശത്ത് എൻ്റെ വേദനയും എൻ്റെ തകർന്ന വിശ്വാസവും ചവിട്ടിമെതിച്ച ആത്മാഭിമാനവും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ പപ്പയോടും മമ്മിയോടും എല്ലാം തുറന്ന് സംസാരിച്ചു. പപ്പ കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, മോളെ, ഈ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളല്ല, നീയാണ്. നീ എന്തു തീരുമാനിച്ചാലും ഞങ്ങൾ നിന്റെ കൂടെയുണ്ടാകും, അവസാനം വരെ. ആ വാക്കുകൾ എനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു. മമ്മി എന്നെ നോക്കി ശാന്തമായി പറഞ്ഞു, ഡിവോഴ്സിൽ ഒരു തെറ്റുമില്ല. ഒരു മോശം മനുഷ്യന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നരകം അനുഭവിക്കുന്നതിനേക്കാൾ അയാളിൽ നിന്ന് വേർപിരിഞ്ഞ് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നതാണ് നല്ലത്. മമ്മിയുടെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണീരിനൊപ്പം ഉറച്ചൊരു സത്യവുമുണ്ടായിരുന്നു. എൻ്റെ അനിയൻ രോഹിത്തിന്റെ പ്രതികരണം വേറെയായിരുന്നു. അവൻ പല്ല് കടിച്ചു പറഞ്ഞു, ഞാൻ അവനെ വെറുതെ വിടില്ല. ഉടൻ മമ്മി അവനെ തടഞ്ഞു. രോഹിത്, വയലൻസ് ഒന്നിനും ഒരു പരിഹാരമല്ല. രോഹിത് പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ ദേഷ്യം, ആ തീ, അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം നഷ്ടപ്പെട്ടത് അവൻ്റെ സഹോദരിയുടെ ജീവിതമാണല്ലോ.